ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കാനിരിക്കെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷം. വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ മേഖലയിൽ നഗരങ്ങളും പട്ടണങ്ങളും വളഞ്ഞുള്ള ആക്രമണത്തിൽ ഡസൻ കണക്കിന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 26,000 പലസ്തീൻകാർ പലായനം ചെയ്തു. ഇസ്രയേൽ ബോംബിംഗിൽ 180 വീടുകൾ തകർന്നു. ഇസ്രയേൽ ഉപരോധം മൂലം ജനീൻ, തുൽഖരം എന്നിവിടങ്ങളിൽ വെള്ളമോ ഭക്ഷണമോ ലഭ്യമല്ല. റോഡുകളെല്ലാം സൈന്യം അടച്ചതിനാൽ പലസ്തീൻകാരുടെ സഞ്ചാരവും തടസ്സപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വെസ്റ്റ് ബാങ്കിലെ തൈസിർ ഗ്രാമത്തിലെ ചെക്ക് പോസ്റ്റിൽ ഇസ്രയേൽ സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടായി. 6 പേർക്ക് പരിക്കേറ്റു. സൈന്യം നടത്തിയ തിരിച്ചടിയിൽ തോക്കുധാരി കൊല്ലപ്പെട്ടു. അതേസമയം വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഗാസയിലെ സമാധാനത്തിന് അധിക ആയുസില്ലെന്ന സൂചനയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയത്. സൗദി അറേബ്യ ഇസ്രയേൽ ബന്ധം സാധാരണ നിലയിലാക്കൽ, ഇറാൻ ആണവ പദ്ധതി, ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം എന്നിവയാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുക. ഇസ്രയേലിൽ ജനപിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നെതന്യാഹു അഴിമതി കേസുകളുടെ വിചാരണയ്ക്ക് നടുവിലാണ്. ഗാസയിൽ യുദ്ധം പുനരാരംഭിക്കാൻ തീവ്ര നിലപാടുകാരായ ഘടകകക്ഷികളുടെ സമ്മർദ്ദവും നെതന്യാഹു നേരിടുന്നുണ്ട്. അതിനിടെ ഇസ്രയേലിൽ ജനപ്രീതിയുള്ള ട്രംപുമായുള്ള കൂടിക്കാഴ്ച നേട്ടമാക്കാനാണ് നെതന്യാഹുവിന്റെ ശ്രമം. പലസ്തീനുകാരെ ഇസ്രയേൽ നടത്തിയ 1.5 വർഷത്തെ കടുത്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ 47,000 പേരാണ്. കാണാതായവർ 20,000 പേർ. ആകെ മരണം 70,000 എന്ന നിലയിലേക്ക് ഉയരുകയാണ്. വെടിനിർത്തൽ കരാർ റദ്ദാക്കിയ ശേഷം അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ പലസ്തീനും ഹമാസിനും നേരെ ഏതു നിമിഷവും അതിശക്തമായ യുദ്ധത്തിനൊരുങ്ങുകയാണ്. 2 ആഴ്ച മുൻപ് വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. മധ്യ ഗാസയിൽ നുസ്രത്ത് ക്യാമ്പിനും പടിഞ്ഞാറ് തീരദേശപാതയിൽ വാഹനം ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ കടുത്ത ആക്രമണത്തിൽ 4 പലസ്തീൻകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കൻ ഗാസയിലേക്ക് പോയ സംശയകരമായ വാഹനം തകർത്തെന്നും വെടിനിർത്തൽ കരാറിൽ ആക്രമണം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള മേഖലയ്ക്ക് പുറത്തായിരുന്നു ഈ സ്ഥലമെന്നും ഇസ്രയേൽ പറയുന്നു. അതേസമയം മരുന്നും ഇന്ധനവും അടക്കം സഹായം ഗാസയിലേക്ക് കടത്തിവിടുന്നില്ലെന്നാണ് ഹമാസിന്റെ ആരോപണം. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ഇപ്പോഴും ശക്തമായ ആക്രമണം തുടരുകയാണ്. ജനിൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 20ഓളം വീടുകളും കെട്ടിടങ്ങളും തകർന്നു. ഹമാസ് തീവ്രവാദികൾ ഉപയോഗിക്കുന്നതായി കരുതുന്ന കെട്ടിടങ്ങളാണ് തകർക്കുന്നത് എന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ അമേരിക്കയിലെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടവുമായി സഹകരിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാനാകുമെന്നാണ് വിമാനം കയറും മുമ്പ് നെതന്യാഹു പറഞ്ഞത്. അതേസമയം പലസ്തീനിൽ കൊല്ലപ്പെട്ട 76% പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസ ഭരണകൂടത്തിന്റെ ഇൻഫർമേഷൻ ഓഫീസർ പറയുന്നു. 15,000 പേരുടെ മൃതദേഹങ്ങൾ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പലസ്തീനും വ്യക്തമാക്കി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെല്ലാം കൊല്ലപ്പെട്ടതായി കണക്കാക്കുമെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ വംശഹത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ 18,000 പേർ കുട്ടികളാണ്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച് തനിക്ക് ഉറപ്പില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതും ആശങ്ക ഉയർത്തുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർണായക ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ അപ്രതീക്ഷിതമായ പ്രതികരണം പുറത്തുവരുന്നത്. വെടിനിർത്തൽ മാർച്ച് വരെ നീളുമെന്നതിനാൽ ഇസ്രയേൽ വിലക്ക് കാരണം രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാതിരുന്ന പ്രദേശങ്ങളിലും മൃതദേഹങ്ങൾക്കായുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്നും അതിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.